വെള്ളിക്കും മൊബൈൽ ഫോണിനും വില കുറച്ച് കേന്ദ്ര ബജറ്റ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കും PVC ഫ്ലെക്സ് ബാനറുകൾക്കും വില കൂടും. ആദായ നികുതിയിൽ പുതിയ സ്കീമിലെ നികുതിദായകർക്ക് ഇളവുകൾ പ്രഖ്യാപിച്ചപ്പോൾ പഴയ സ്കീമിൽ മാറ്റമില്ല. മൂന്നാം NDA സർക്കാരിന്റെ കന്നി ബജറ്റിൽ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഇളവ് പ്രഖ്യാപിച്ചതോടെ വില കുറയുന്ന പ്രധാന വസ്തുക്കൾ ഇവയാണ്: സ്വർണം, വെള്ളി, പ്ലാറ്റിനം, മൊബൈൽ ഫോൺ ചാർജർ, മൊബൈൽ ഫോൺ സ്പെയർ പാർട്സുകൾ, തുണി, തുകൽ ഉൽപ്പന്നങ്ങൾ. ആരോഗ്യരംഗത്ത് എക്സ്റേ ട്യൂബുകൾക്ക് വില കുറയും. ക്യാൻസറിനുള്ള 3 മരുന്നുകളുടെ വിലയും കുറയും. 25 ധാതുക്കൾക്ക് എക്സൈസ് തീരുവ ഒഴിവാക്കി. മത്സ്യമേഖലയിൽ നികുതി ഇളവ് അനുവദിച്ചപ്പോൾ മത്സ്യത്തീറ്റയ്ക്ക് വില കുറയും. അമോണിയം നൈട്രേറ്റിന്റെ തീരുവയും കുറച്ചു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് ബജറ്റ് പ്രകാരം വില ഉയരുന്ന പ്രധാന വസ്തു. PVC, ഫ്ലെക്സ് എന്നിവയുടെ വില ഉയരും. To enhance domestic value addition in gold and precious metal jewelry in the country, I propose to reduce customs duties on gold and silver to 6%, mobile phone and related parts. With a 3-fold increase in domestic production, in the interest of consumers, I now propose to reduce the BCD on mobile phone, mobile PCBA and mobile charger to 15%. ആദായ നികുതി ഘടനയിൽ പുതിയ സ്കീമിലുള്ളവർക്ക് നേട്ടമുണ്ടായി. പുതിയ സ്കീമിലുള്ളവർക്ക് 3 ലക്ഷം രൂപ വരെ നികുതിയില്ല. 3 മുതൽ 7 ലക്ഷം രൂപ വരെ 5% നികുതി. 7 മുതൽ 10 ലക്ഷം വരെ 10%, 10 മുതൽ 12 ലക്ഷം വരെ 15%, 12 മുതൽ 15 ലക്ഷം വരെ 20% നികുതിയും, 15 ലക്ഷം മുതൽ വരുമാനമുള്ളവർക്ക് 30% നികുതി എന്നിങ്ങനെയാണ് പുതിയ സ്ലാബുകൾ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയിൽ നിന്ന് 75,000 ഉയർത്തി. ഫാമിലി പെൻഷൻ ഡിഡക്ഷൻ 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായും ഉയർത്തി. രാജ്യത്തെ 4 കോടി ശമ്പളക്കാർക്കും പെൻഷൻകാർക്കും നേട്ടമെന്ന് ധനമന്ത്രി. Coming to personal income tax rates, I have 2 announcements to make for those opting for the new tax regime. First, the standard deduction for salaried employees is proposed to be increased from 50,000 to 75,000 rupees. Similarly, deduction on family pension for pensioners is proposed to be enhanced from 15,000 to 25,000 rupees. വിദേശ കമ്പനികളുടെ കോർപ്പറേറ്റ് ടാക്സിലും വൻ ഇളവ് അനുവദിച്ചു. 40% നിന്ന് 35% കുറച്ചു. TDS സംവിധാനം കൂടുതൽ ലളിതമാക്കും. 1961 നികുതി നിയമത്തിൽ സമഗ്ര പരിഷ്കരണം നടത്തുമെന്നും നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചു. സ്റ്റാർട്ടപ്പുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എല്ലാ നിക്ഷേപകർക്കും ഏഞ്ചൽ ടാക്സ് നിർത്തലാക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.